ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3 പീസ് ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഷോളാണ് കേട്ടോ. പഴയ ഷോള്, കോട്ടണിൽ വന്നിട്ടുള്ള ഷോള്, പ്രിൻ്റഡ് ആയിട്ടുള്ള ഷോളാട്ടോ. അപ്പോൾ ഈ ഒരു ഷോള് 2 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഷോൾ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കട്ടെ. കണ്ടല്ലോ, ഈ ഒരു ടേപ്പ് 2 മീറ്റർ ടേപ്പാണ് കേട്ടോ. അപ്പം 2 മീറ്റർ പിന്നെ കുറച്ചുണ്ട്, 2.10 ഉണ്ടാവും ഈ ഒരു ലെങ്ത്ത്. അപ്പോൾ ഷാളിൻ്റെ വീതി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇഞ്ചിലാണ് നോക്കുന്നത്. അപ്പോൾ ഇത് 41 ഇഞ്ചാണ് ഈ ഒരു ഷാളിൻ്റെ വീതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള ഷോളൊക്കെ വീട്ടിൽ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ടോപ്പ് ചെയ്യട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇട്ട് മുതലായിക്കോളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അൽമാരയിൽ വെച്ചാൽ അൽമാരത്തെ കറിയും ഇതൊക്കെ ആയി വെറുതെ കിടന്ന് പോലെ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കണേ. ഷോളാണെങ്കിൽ അതടങ്ങ് കിടക്കൽ ചെയ്യുക അൽമാരയിൽ ഇങ്ങനെ. അപ്പോൾ ടോപ്പൊക്കെ അടച്ചു കൊടുത്താൽ അത് ഇട്ട് മുതലായിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഒരു തലക്കൽ നിന്ന് സ്ലീവിന് വേണ്ടി 4 ഫോൾഡറാക്കി മടക്കി വെച്ചതിന് ശേഷം ഒരു 17 ഇഞ്ചിൽ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ സ്ലീവിന് വേണ്ടി നമ്മൾ 17 ഇഞ്ച് അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിന് വേണ്ടി ബാക്കിയിരുന്ന ഈ ഒരു ക്ലോത്ത് 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. ആദ്യം നമുക്ക് ഇതിൻ്റെ നടുമടക്കി ഇതേപോലെ മടക്കുക. കണ്ടല്ലോ, ഇതേപോലെ മടക്കിയതിന് ശേഷം 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ നമ്മളിത് 4 ഫോൾഡറാക്കി മടക്കി വെച്ചതിന് ശേഷം ലെങ്ത്ത് നോക്കിയപ്പോൾ 31 ഇഞ്ചാണ് കേട്ടോ കിട്ടിയത്. അത് മതി. അപ്പോൾ നമുക്ക് ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 5 ഇഞ്ച് ഇടപ്പെടുത്താം. കാരണം ഇതേപോലെ 5 ഇഞ്ച് ഇടപ്പെടുത്തുക. അപ്പോൾ ഇനിയാണ് 3 പീസിനുള്ള കട്ടിങ് കേട്ടോ. ഇതേപോലെ 5 ഇഞ്ച് ഒരു 16 ഇഞ്ച് ലെങ്ത്തിൽ വരെ അടയാളപ്പെടുത്തുക. ഇനി ഇതേപോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് താഴേക്ക് നമുക്ക് വീതി ഒരു 9 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്താം. ഇനി താഴെ പൊസിഷനിൽ ഒരു 9 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഈ ഒരു അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്യുക. വളരെ ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗം കട്ട് ചെയ്യാം. കടല ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ ഫോൾഡിങ് വന്നിട്ടുള്ള ആ ഒരു പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കസ്റ്റമറോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഒരു വരുമാന മാർഗ്ഗമൊക്കെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കസ്റ്റമറിനും ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഓരോ മെത്തേഡാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ വിടുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ക്ലോത്തൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് തന്നെ തുടങ്ങട്ടോ. ഞാനതിനൊന്നും പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിലക്ക് ക്ലോത്തൊക്കെ വിട്ട സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ എടുത്ത് ഒരു ഇതുപോലെ ടോപ്പ്, വെസ്റ്റേൺ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് സെയിൽ ചെയ്യാമല്ലോ. അതേപോലെയൊക്കെ ചെയ്യണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്. നോക്കാം. പിന്നെ നമ്മളെ കട്ടിങ് ഒരു നമ്മൾ വരച്ച ലൈനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി അടുത്തതായിട്ട് ഇത് ഷോളാണല്ലോ, അപ്പം നമുക്ക് എഡ്ജൊന്നും കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് കറക്റ്റാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ എഡ്ജ് കറക്റ്റായി കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു നല്ല വീതിയുള്ള ഭാഗം താഴേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലോത്തിന് ചാരി വെക്കുക. ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ് എല്ലാ അളവുകളും അടയാളപ്പെടുത്തിയതിന് ശേഷം സാധാരണ നമ്മൾ ടോപ്പ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു മെത്തേഡാണ് കേട്ടത്. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ. കാരണം ഇതേപോലെ ആ വീതിയുള്ള ഭാഗം താഴേക്ക് വെക്കുക. അപ്പോഴാണ് അടിയിൽ നമുക്ക് നല്ല പ്ലെയർ കിട്ടുള്ളൂ. 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സാധാരണ ടോപ്പ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് വിടുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ എല്ലാവരും കാണണേ. കണ്ണിൽ ഇതേപോലെ ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച്, ചെസ്റ്റ് ബാക്കി എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക. ചെസ്റ്റ് 18 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 9 അടയാളപ്പെടുത്തി അതിലേക്ക് ഓരോ ഇഞ്ച് സീം അലവൻസും ചേർത്ത് ഇതേപോലെ അടയാളപ്പെടുത്തുക. വേസ്റ്റ് 16, അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും. ഏറ്റവും താഴെ നമുക്ക് എത്രയാണ് പ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഭാഗം അളവെടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതേപോലെ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈനൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമുള്ളൂ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഷോർട്സാക്കി വിടുന്നുണ്ട്, അത് പോയി കാണണേ. കണ്ട ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കർവാക്കിയിട്ട് താഴെ ഒരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ആം ഹോൾ മുതൽ താഴെ വരെ കട്ട് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഇതുപോലെ ഒരു ഷോള് വീട്ടിലിങ്ങനെ കിടന്നപ്പോൾ ഞാൻ അതെടുത്ത് 3 പീസ് കട്ട് ചെയ്യുന്നത് വീഡിയോ വിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അത് കട്ട് ചെയ്ത് വിടുന്നത്. അതുകൊണ്ടെന്താ മോൾക്കൊരു ടോപ്പും ആയി, നമുക്ക് വീട്ടിൽ നിന്ന് ഇടും ചെയ്യാം. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്തു. ഇനി ഈ ഒരു ഭാഗത്ത് താഴെ നമുക്ക് ഈ ഒരു ഷോൾ ആയതുകൊണ്ട് അതിൻ്റെ എഡ്ജൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ മോൾക്കാണ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ മോൾക്കിതൊരു ഷോർട്ടാക്കിയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇട്ടപ്പം കിട്ടിയത്. അപ്പം വീട്ടിൽ നിന്നൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ചെയ്തത്. ഷോൾ വെറുതെ അലമാരയിൽ കിടന്നിങ്ങനെ അലമാരിൻ്റെ കറയും ഇതൊക്കെ ആവില്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപകാരത്തിൽ പെടുമല്ലോ. കണ്ടില്ല, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് സൈഡിൽ നമ്മൾ ആം ഹോളും ഷോൾഡറൊക്കെ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല ഭാഗവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കണ്ടില്ല, ഇതേപോലെയാണ് കിട്ടേണ്ടത്. കണ്ടില്ല, 2 പീസും ഇതേപോലെ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഏതായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് എല്ലാവരും പഠിക്കും, അതിന് വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇതേപോലെയുള്ള വീഡിയോ വിടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ഇടാതെ ആരും പോകില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.